അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ അതാ നമ്മുടെ പെരുന്നാളൊക്കെ ഇവിടെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. ഇപ്പം പെരുന്നാൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ എല്ലാം ഡ്രസ്സൊക്കെ എടുത്തോ പെരുന്നാൾക്കുള്ള. ഞങ്ങളത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. ടൗണിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് കേട്ടോ, വണ്ടൂർ ടൗണിൽ. അപ്പം അവിടെ വണ്ടി അവിടെ ഇറങ്ങൽ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞങ്ങളിവിടെ ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഉമ്മ ഇപ്പം താത്താൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഓലെ കൂടെ നിയമോളും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓല തിരിച്ച് വരുമ്പോഴത്തേന് ഞങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ നോക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ ഇറങ്ങിയതാണ്. പിന്നെ ഓൽക്കുള്ളത് ഓല് വന്നിട്ട് നോക്കിയാൽ മതിയല്ലോ. അപ്പം കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത്. ഓൽക്ക് സ്കൂളില്ലാത്ത ടൈമിലാണല്ലോ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഉമ്മിപ്പം പോന്നപ്പോൾ ഞങ്ങൾ ഓലപ്പം കൂടിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ അടവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ തിരക്കൊന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇതിൽ നടക്കാനൊന്നും പറ്റൂല കേട്ടോ, അത്രക്കും ആൾക്കാരും അതേപോലെ തന്നെ വണ്ടികളൊക്കെ ആയിരിക്കും കേട്ടോ ഈ ഒരു ഭാഗത്ത്. എന്തായാലും ഫാൻസിയൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഒരു സമാധാനമുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറിയിട്ടുള്ളത് ഈ ലൈബ എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പിലാണ്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇവിടെ. ഒരുപാട് പേര് ചെരുപ്പൊക്കെ അതാ പുറത്തൊക്കെ ഊരിട്ടിട്ടുണ്ട്. ഞങ്ങൾ ചെരുപ്പൊക്കെ ഇട്ട് കയറി. ഇവിടെയൊക്കെ ചെരുപ്പ് വെച്ചാൽ പിന്നെ തിരിച്ചു പോകുമ്പോൾ കിട്ടില്ല എന്ന് ഉറപ്പാണ്. എന്തായാലും നമുക്ക് ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. എന്താക്കാം പോയി നോക്കാം. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഡ്രസ്സാണ് കേട്ടോ നോക്കിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സജുവിന് എടുക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ സജുവിൻ്റെത് മേലെയാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ അതിലേറെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നിൽക്കാനുള്ള സ്ഥലമില്ലായിരുന്നു ഇവിടെ. പ്ലെയിൻ വൈറ്റിലല്ലോ, അത് 4 ഇയർ അല്ലേ അതുണ്ട്. അങ്ങനെ ഇപ്പോൾ അതാ സജുവിന് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓന് ഇഷ്ടമുള്ളത് തന്നെയാണ് കേട്ടോ ഓന് എടുത്തത്. ഓന് കുറേ ആയി അങ്ങനത്തെ പാൻറ്റ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓന് തന്നെ എടുത്തതാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സമ്മതം മൂളിയതാണ്. പിന്നെ നിയമോളും ഉമ്മയൊക്കെ വന്നപ്പോൾ ഓൽക്കുള്ളതും എടുത്ത് ഉപ്പാക്കുള്ളത് വേറെ ഉപ്പ എടുത്ത് അങ്ങനെ എല്ലാവർക്കും ഉള്ളതൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് ഞങ്ങളവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ. അത്രക്കും തിരക്കായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഈ ഒരു ഫാൻസി ഉള്ളത്. അപ്പോൾ നിയമക്കുള്ള ഫാൻസിയും അവിടെ നിന്ന് തന്നെ എടുത്തു കേട്ടോ. കേറിക്കോ.
അങ്ങനെ ഫാൻസി ഐറ്റംസും വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെ ഈ ഒരു ഷോപ്പിൽ കൊടുത്തു കേട്ടോ. പിന്നെ ആ ഒരു ഷോപ്പിൻ്റെ മുൻഭാഗത്തായിട്ട് ഇത് അവിടെ ഒരു ചീനിമരം മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ചീനിക്ക. ഒരുപാടുണ്ട് കേട്ടോ, ഞാൻ അതിൽ നിന്നൊന്ന് എടുത്ത് പോന്നതാണ്. അപ്പോൾ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് പൊറുക്കി പോകാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻ്റ് അറിയിക്കണേ. പിന്നെ എൻ്റെ മക്കൾക്കൊന്നും ഇതറിയില്ല കേട്ടോ എന്താ സംഭവം എന്ന്. ഓല് ആദ്യം പുളിയാണെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. തോലൊക്കെ